ഹലോ PSC കുട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മലയാളത്തിൽ 5ാം ക്ലാസ്സിൻ്റെ മലയാളത്തിൻ്റെ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ പാർട്ട് 2 ആണ്. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് 5ാം ക്ലാസ്സിൽ SCERT മലയാളം കംപ്ലീറ്റ് ആവും. ഓക്കെ, പാർട്ട് 1 കാണാത്തവർ വീഡിയോ കാണണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, കമൻറ്റിൽ പിൻ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, പഠിക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് അധികം വാക്കുകളൊന്നും പഠിക്കാനില്ല, കുറച്ച് വാക്കുകളായുള്ളേ. ആദ്യത്തെ വാക്ക് ഉന്മാദം. ഉന്മാദം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉന്മാദം എന്ന് പറയുന്നത്. ഉന്മാദം എന്താണ്? മനസ്സിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥ, അതിനെ ഉന്മാദം എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാക്കാണ് PVQ ആണ് കൂലം. കൂലം എന്ന വാക്കിൻ്റെ അർത്ഥം കര, തീരം എന്നൊക്കെയാണ്. കൂലം എന്താണ്? കര, തീരം എന്നാണ് അർത്ഥം. അതേപോലെ കര, തീരം എന്നർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ് കച്ചം. കച്ചം എന്താണ്? കര, തീരം എന്നൊക്കെയാണ് അർത്ഥം. കൂലം, കര, തീരം എന്ന അർത്ഥമുണ്ട്. കച്ചം എന്ന് പറഞ്ഞാലും തീരം, കര എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കച്ചബ എന്താണ്? കച്ചബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ എന്നാണ് അർത്ഥം. കച്ചബ ആമയാണ്. അതേസമയം കജോ ആണെങ്കിലോ തലമുടി എന്നാണ് അർത്ഥം. അപ്പം കൂലം, കര, തീരം എന്നർത്ഥം വരും. അതേപോലെ അർത്ഥം വരുന്നത് തന്നെ വാക്കാണ് കച്ചം. കച്ചബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമയാണ്. കജം എന്താണ്? തലമുടിയാണ്. അപ്പോൾ കൂലം കുത്തുക എന്ന് പറഞ്ഞാൽ കര തകർക്കുക എന്നാണ് അർത്ഥം. കൂലം കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കര തകർക്കുക എന്നാണ് അർത്ഥം. അടുത്ത് ചേണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴക് എന്നാണ് അർത്ഥം. ചേണ്, അഴക്. തുണ എന്ന് പറയുന്നത് സഹായം അല്ലെങ്കിൽ കൂട്ടിനെയാണ് തുണ എന്ന് പറയുന്നത്. തുരുത്ത്. തുരുത്ത് എന്താണ്? പുഴയുടെ നടുവിലുള്ള ചെറിയ കരപ്രദേശത്തെ പറയുന്ന പേരാണ് തുരുത്ത്. ആറിൻ്റെയൊക്കെ നടുക്ക് അല്ലെങ്കിൽ കായലിൻ്റെയൊക്കെ നടുക്കുള്ള ആ ചെറിയ പ്രദേശത്തിനെ തുരുത്ത് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ തുരുത്ത് എന്ന് പറഞ്ഞാൽ പുഴയുടെ നടുവിലുള്ള ചെറിയ കരപ്രദേശം. ദയനീയ എന്ന് പറഞ്ഞാൽ സങ്കടം തോന്നിപ്പിക്കുന്നത് എന്നാണ്. ദയനീയ എന്താണ്? സങ്കടം തോന്നിപ്പിക്കുന്നതാണ് അർത്ഥം. നിരാലംബ എന്ന് പറയുന്നത് ആശ്രയമില്ലാത്തവൾ. ആശ്രയമില്ലാത്തവളെ വിളിക്കുന്നതാണ് നിരാലംബ എന്ന്. ആശ്രയമില്ലാത്തവളെ വിളിക്കുന്ന പേരാണ് എന്ത്? നിരാലംബ. നിരാലംബ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആശ്രയമില്ലാത്തവൾ. അടുത്ത മറ്റൊരു വാക്ക് മൊഴി. മൊഴിയുടെ അർത്ഥം എന്താണ്? വാക്ക് എന്ന് തന്നെയാണ് അർത്ഥം. മൊഴി എന്ന വാക്കിൻ്റെ അർത്ഥം വാക്ക്. അടുത്ത പ്രധാനപ്പെട്ടതാണ് വാരിതം. വാരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘം എന്നാണ് അർത്ഥം. വാരിതം എന്താണ്? മേഘം. അപ്പം മേഘത്തിൻ്റെ പര്യായങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. മുകിൽ, നീരദം, ജലദം, അഭ്രം, ജീമൂതം, അമ്പുതം, ഘനം. ഇതത്രയും മേഘത്തിൻ്റെ പര്യായങ്ങളാണ്. മേഘത്തിൻ്റെ പര്യായങ്ങളാണ് ഏതൊക്കെ? വാരിതം, മുകിൽ, നീരദം, ജലദം, അഭ്രം, ജീമൂതം, അമ്പുതം, ഘനം. അപ്പം മേഘത്തിൻ്റെ പര്യായങ്ങളാണ് വാരിതം, മുകിൽ, നീരദം, ജലദം, അഭ്രം, ജീമൂതം, അമ്പുതം, ഘനം. ഇതത്രയും മേഘത്തിൻ്റെ പര്യായമാണ്. എന്നാൽ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന വേറൊരു വാക്കുകളുണ്ട്. ഇതിൽ നീരദം, ജലദം, അമ്പുതം, അതേപോലെ വാരിതം, ഈ വാക്കുകൾ നമ്മൾ ഇതെല്ലാം അവസാനം ഇപ്പം മേഘത്തിൻ്റെ പര്യായമാണ് നമ്മൾ പഠിച്ചത്. ഇതെല്ലാം ഈ അടിവരയിട്ട വാക്കുകളെല്ലാം ദം എന്നാണ് അവസാനിക്കുന്നത്. നീരദം, ജലദം, അമ്പുതം, വാരിതം, ഇതിത്രയും. അതേസമയം ഇതിൽ ദമ്മ് മാറി ജമ്മ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം ഒറ്റ അർത്ഥമാണുള്ളത്. വാരിതം മാറി വാരിജം ആവുമ്പോൾ അത് താമര എന്നായി. അതേപോലെ നീരദം മാറി നീരജം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും താമരയാണ്. ജലദം എന്നത് മാറി ജലജമായി കഴിഞ്ഞാൽ താമര. അമ്പുതം മാറി അമ്പുജം ആവുമ്പോൾ താമര. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കാൻ മേഘത്തിൻ്റെ പര്യായം വാരിതം, മുകില്, നീരദം, ജലദം, അഭ്രം, ജീമൂതം, അമ്പുതം, ഘനം. ഇതിത്രയും മേഘത്തിൻ്റെ പര്യായമാണ്. അപ്പോൾ താമരയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? വാരിജം, നീരജം, ജലജം, അമ്പുജം. ഇതിത്രയും താമരയാണ് അർത്ഥം. അപ്പം വാരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘം എന്നാണ് അർത്ഥം. മേഘത്തിൻ്റെ പര്യായങ്ങളാണ് ഏതൊക്കെ? വാരിതം, മുകില്, നീരദം, ജലദം, അഭ്രം, ജീമൂതം, അമ്പുതം, ഘനം. എന്നാൽ താമരയുടെ പറയുന്ന വാക്കുകളാണ് ഏതൊക്കെയാണ്? വാരിജം, നീരജം, ജലജം, അമ്പുജം. ഇതെല്ലാം താമരയുടെയാണ്. ഇതൊരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു സിമിലാരിറ്റി തോന്നുന്ന വാക്കുകളെല്ലാം അവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഓർത്തിരിക്കും അതൊക്കെ. അടുത്ത വാക്ക് വിചിത്രം, അസാധാരണ എന്നാണ് അർത്ഥം. വിണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം. വിഷാദം എന്താണ്? സങ്കടമാണ്. സങ്കടത്തിന് പറയുന്നതാണ് വിഷാദം എന്ന്. അപ്പോൾ വിണ്ണ് ആകാശമാണെന്ന് അർത്ഥം പറഞ്ഞു. ആകാശത്തിൻ്റെ പര്യായമാണ് ഗഗനം, വാനം, അമ്പരം, ദ്യോവ്, നഭസ്, വ്യോമം എന്നിവ. അപ്പം ഏതൊക്കെ ആകാശത്തിൻ്റെ പര്യായമാണ്? ഗഗനം, വാനം, അമ്പരം, ദ്യോവ്, നഭസ്, വ്യോമം എന്നിവ. അപ്പോൾ അഭ്രം എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ പര്യായമായിട്ട് വരാറുണ്ട്. നമ്മൾ മേഘത്തിന് പറഞ്ഞ അഭ്രം ആകാശത്തിൻ്റെ പര്യായമായിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഇത്രയും. ഉന്മാദം, മനസ്സിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉന്മാദം എന്ന് പറയുന്നത്. അതേപോലെ
കൂലം എന്ന് പറഞ്ഞാൽ കര തീരം എന്നാണ് അർത്ഥം. കച്ച എന്ന് പറഞ്ഞാലും കര തീരം എന്നാണ് അർത്ഥം. കച്ചപം ആമയാണ്. കജം തലമുടിയാണ്. കൂലം കുത്തുക എന്ന് പറഞ്ഞാൽ കര തകർക്കുക എന്നാണ് അർത്ഥം. ചേണ് അഴകാണ്. തുണ സഹായം അല്ലെങ്കിൽ കൂട്ടാണ്. തുരുത്തെന്ന് പറയുന്ന പുഴയുടെ നടുവിലുള്ള ചെറിയ കരപ്രദേശത്തെയാണ് തുരുത്തെന്ന് പറയുന്നത്. ദയനീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടം തോന്നിക്കുന്നത്. നിരാലംബ എന്ന് പറയുന്നത് ആശ്രയമില്ലാത്തവളെയാണ് നിരാലംബ എന്ന് പറയുന്നത്. മൊഴി എന്ന് വെച്ചാൽ വാക്കാണ്. വാരിത എന്താണ്? മേഘം എന്നാണ് അർത്ഥം. അപ്പോൾ മേഘത്തിന്റെ പര്യായമാണ് വാരിതം, മുകില്, നീരദം, ജലദം, അഭ്രം, ജീമൂതം, അമ്പുതം, ഘനം. ഇതിൽ വേറെ ഒന്നുമില്ലെങ്കിൽ നീരദം, ജലദം, അഭ്രം, ഘനം, അമ്പൂതം ഇതൊക്കെ പഠിച്ചു. ജീമൂതം കുറച്ച് ഇത് അങ്ങനെ അധികം കേട്ടില്ലാത്ത വാക്കാണ്, അതും ശ്രദ്ധിച്ചു വെച്ചേക്കുക. അപ്പം മേഘത്തിന്റെ പര്യായമാണ് വാരിതം, മുകില്, നീരദം, ജലദം, അഭ്രം, ജീമൂതം, അമ്പുതം, ഘനം എന്നല്ല. അതേസമയം നമ്മൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ആയിട്ട് താമരയുടെ വാക്കുകൾ പഠിച്ചു. നീരജം, ജലജം, അമ്പുജം, വാരിജ ഇതെല്ലാം എന്താണ്? താമര. ദമ്മാറി ജം വരുമ്പോൾ എല്ലാം താമര എന്ന് പറയാം. അങ്ങനെ അർത്ഥമില്ല. ദമ്മാറി ജം വരുന്ന എല്ലാ വാക്കും താമര ആവണം എന്ന അർത്ഥമില്ല. ഇത്രയും വാക്കുകളുടെ അർത്ഥം എന്താണ്? താമര എന്നാണ് അർത്ഥം. നീരദം, ജലദം, അമ്പുതം, വാരിജ ഇത് ഇത്രയും മേഘമാകുമ്പോൾ നീരജം, ജലജം, അമ്പുജം, വാരിജം ഇത് ഇത്രയും താമരയാണ്. ഓക്കെ. വിചിത്രം അസാധാരണമാണ്. വിണ്ണെന്ന് പറഞ്ഞാൽ ആകാശമാണ്. അപ്പോൾ ആകാശത്തിന്റെ പര്യായം ഏതൊക്കെയാണ്? ഗഗനം, വാനം, അമ്പരം, ദ്യോവ്, നഭസ്, വ്യോമം, വിണ്ണ് ഇതെല്ലാം ആകാശത്തിന്റെ പര്യായമാണ്. ആകാശം, വിണ്ണ്, ഗഗനം, വാനം, അമ്പരം, ദ്യോവ്, നഭസ്, വ്യോമം. വിഷാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പര്യായമെല്ലാം നല്ലപോലെ വീണ്ടും പറഞ്ഞു എന്നെ പഠിക്കണം. വീണ്ടും നമ്മൾ കേട്ട വാക്കുകൾ തന്നെ വീണ്ടും വരുമ്പോഴത്തേക്കും അപ്പോൾ ഒന്നും കൂടി അവിടെയും ഇതുപോലെ പറയുമ്പോൾ കേട്ട് അത് പഠിച്ചോളും. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അപ്പോൾ അടുത്ത് ഒരു കവിതാശാഖല ഇടയ്ക്ക് തന്നിട്ടുണ്ട് ഒരു ചാപ്റ്ററിൻ്റെ ഇടയിലായിട്ട്. നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം, അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം. ഈ വരികൾ എഴുതിയത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതിമീമാംസ എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം, അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം. ഏത് കൃതിയാണ്? ജാതിമീമാംസ. എഴുതിയതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ബാക്കി കുറച്ച് പ്രധാനപ്പെട്ട കവിതാശകലങ്ങളും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് മറ്റൊരു കൃതിയിലെ വരികളാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. PYQ ആണ്. ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. സോറി, പറഞ്ഞൊരു മിസ്റ്റേക്ക് ഒന്ന്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്നത് ഏത് കൃതിയിലുള്ളതാണ്? ആത്മോപദേശ ശതകത്തിലുള്ള വരികളാണ്. ഓക്കെ. ഇനി അതുപോലെ കുറച്ച് കോട്ട്സ് ഉണ്ട്. ഗുരുവിൻ്റെ കുറച്ച് വചനങ്ങൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം, അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം എന്ന് പറഞ്ഞത് ഏത് കൃതിയിലൂടെയാണ്? ജാതിമീമാംസ എന്ന് പറയുന്ന കൃതിയിലൂടെയാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരണം എന്ന് പറഞ്ഞത് ആത്മോപദേശം ശതകം എന്ന് പറയുന്ന കൃതിയിലേതാണ്. അതുപോലെ ഗുരുവിൻ്റെ വചനങ്ങളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഇവയെല്ലാം ഗുരുവിൻ്റെ വചനങ്ങളാണ്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ കുറച്ച് നോക്കാം. ഇതിൽ ആദ്യത്തെ കൃതി ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പെട്ട്. അതാണ് ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് രചിക്കുന്നത്. അത് ചട്ടമ്പി സ്വാമികൾക്കാണ് അദ്ദേഹം സമർപ്പിച്ചത്. അപ്പം ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പെട്ടാണ് ആദ്യമായിട്ട് എഴുതിയത്. അത് ചട്ടമ്പി സ്വാമികൾക്കാണ് സമർപ്പിച്ചത്. അതുപോലെ തന്നെ നവമഞ്ജരി എന്ന് പറയുന്ന കൃതിയുണ്ട്. നവമഞ്ജരിയും ചട്ടമ്പി സ്വാമികളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു എഴുതിയ കൃതിയാണ് നവമഞ്ജരി എന്ന് പറയുന്നത്. ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പെട്ട് ആദ്യം എഴുതിയത്, ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചു. നവമഞ്ജരി എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയതാണ്. അതുപോലെ സമാധി ശ്ലോകം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അതിനുശേഷം എഴുതിയ ശ്ലോകമാണ് സമാധി ശ്ലോകം എന്ന് പറയുന്നത്. ഇനി അതുപോലെ മറ്റ് കൃതികളാണ് ആത്മോപദേശ ശതകം, ജാതിമീമാംസ, ജാതി നിർണയം, ജാതിലക്ഷണം, ദൈവദശകം, ശിവശതകം, ദർശനമാല, കുണ്ടലിനി പാട്ട്, നിർവൃതി പഞ്ചകം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ആത്മോപദേശ ശതകം, ജാതിമീമാംസ, ജാതി നിർണയം, ജാതിലക്ഷണം, ദൈവദശകം, ശിവശതകം, ദർശനമാല, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, നവമഞ്ജരി, സമാധി ശ്ലോകം, കുണ്ടലിനി പാട്ട്, നിർവൃതി പഞ്ചകം.
അതിൽ ശിവശതകം എന്ന് പറയുന്നത് നമ്മുടെ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് രചിച്ച കൃതിയാണ് ശിവശതകം എന്നത്. ശിവസ്തുതിയാണ് ശിവശതകം എന്ന് പറയുന്നത്. അതുപോലെ ദൈവദശകം എന്ന് പറയുന്നത് 100-ാം വാർഷികം ആഘോഷിച്ച കൃതിയാണ്. അതായത് 1914 എഴുതിയത്, രചിക്കപ്പെട്ട കൃതിയാണ് ദൈവദശകം എന്ന് പറയുന്നത്. എപ്പോഴാണ്? 1914. അപ്പോൾ അതിന് 100-ാം വാർഷികം ആഘോഷിച്ചു. 2014 100-ാം വാർഷികം ആഘോഷിച്ചു. അതുപോലെ ഇത്രയാണ്. ഇനി ഒരുപാട് കൃതികളുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒരുപാടുണ്ട്. ഇത് നമ്മൾ മലയാളം ആയതുകൊണ്ട് പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ വരി വന്നതുകൊണ്ടും പോയിന്റ്സുകൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ കൃതികൾ: ആത്മോപദേശ ശതകം, ജാതിമീമാംസ, ജാതി നിർണയം, ജാതിലക്ഷണം, ദൈവദശകം, ശിവശതകം, ദർശനമാല, ഗജേന്ദ്രമോക്ഷ വഞ്ചിപ്പാട്ട്, നവമഞ്ജരി, സമാധി ശ്ലോകം, കുണ്ടലിനിപ്പാട്ട്, നിർവൃതി പഞ്ചകം. നാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ പോയിന്റ്സാണ്. നമ്മൾ നവോത്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുള്ളതാണ്. അപ്പോൾ അത് മുഴുവൻ നമുക്ക് ഈ മലയാളത്തിൽ പഠിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ആ ടോപ്പിക്ക് നവോത്ഥാനം പഠിക്കുന്ന ഇതിൽ ക്ലാസ്സുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇപ്പം പ്രധാനപ്പെട്ട കുറച്ച് എന്നാലും ജസ്റ്റ് ഒന്ന് പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം എന്ന് പറയുന്നത് 1856 ഓഗസ്റ്റ് 20 ഇവിടെ എഴുതുന്നില്ല, കേട്ടുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം എപ്പോഴാണ്? 1856 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിൽ, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലായിരുന്നു ജനനം. പിന്നെ അതുപോലെ സമാധി എപ്പോഴായിരുന്നു? 1928 സെപ്റ്റംബർ 20 സമാധി. അദ്ദേഹത്തിൻ്റെ സമാധി, മഹാസമാധി എന്ന് പറയുന്നത് 1928 സെപ്റ്റംബർ 20 ഓക്കെ. പിന്നെ അതുപോലെ പ്രധാനപ്പെട്ടതാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത് 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത് 1888 നെയ്യാറിലെ തീരത്തായിരുന്നു ശിവപ്രതിഷ്ഠ നടത്തിയത്. നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പ്രതിഷ്ഠ നടത്തുന്നത്. അതുപോലെ SNDP യോഗം സ്ഥാപിച്ചത് 1903 SNDPയുടെ ആജീവനാന്തകാല പ്രസിഡന്റ്, അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ ശിവഗിരി മഠം സ്ഥാപിച്ചത് 1904 പിന്നെ മഹാസമാധി സ്ഥലം എന്നറിയപ്പെടുന്നത് ശിവഗിരിയാണ്. അതുപോലെ പിന്നെ ഇനി പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അതുപോലെ ആലുവ സർവമത സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. എന്താണ് ആപ്തവാക്യം എന്ന് പറയുന്നത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ആലുവ സർവമത സമ്മേളനത്തിലായിരുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞത് ആലുവ സർവമത സമ്മേളനത്തിലാണ്. അപ്പോൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്. തൽക്കാലം നമുക്ക് ഇത്രയും നിർത്താം. ഇപ്പോൾ പറഞ്ഞ ഇത് ഇത്രയും കൃതികളുമായിട്ട് ബന്ധപ്പെട്ടത് ഇത്രയും ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു പോവാം. നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം, അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം എന്ന് പറഞ്ഞത് ഏതിലാണ്? ജാതിമീമാംസ എന്ന് പറയുന്ന കൃതിയിലാണ്. അതുപോലെ പ്രധാനപ്പെട്ട ചോദിച്ചിട്ടുള്ളതാണ് അവനവൻ ആത്മസുഖത്തിനായി ജനിക്കുന്നവ അപരന്യ സുഖത്തിനായി വരണം എന്ന് പറയുന്നത് ഏതിലുള്ളതാണ്? ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതിയിലാണ്. പിന്നെ നാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണ്, സന്ദേശങ്ങളാണ് എന്തൊക്കെ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഏതൊക്കെ? ആദ്യം എഴുതിയ കൃതിയാണ് ഗജേന്ദ്രമോക്ഷ വഞ്ചിപ്പാട്ട്, ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചതാണ്. അതുപോലെ ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയതാണ് നവമഞ്ജരി. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ വിഷാദനായി എഴുതിയതാണ്, വിഷമിച്ചുകൊണ്ട് എഴുതിയതാണ് ഏത്? സമാധി ശ്ലോകം. പിന്നെ ദൈവദശകം എന്ന് പറയുന്നത് 1914 എഴുതി, അതിൻ്റെ 2014 അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചു. ശിവശതകം എന്ന് പറയുന്നത് അരുവിപ്പുറം പ്രതിഷ്ഠയിലെ ശിവപ്രതിഷ്ഠയെ ബന്ധപ്പെട്ട് അവിടുത്തെ ശിവനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയതാണ് ഏത്? ശിവശതകം എന്ന് പറയുന്നത്. അതുപോലെ അപ്പോൾ പ്രധാനപ്പെട്ട ബാക്കി കൃതികൾ എന്ന് പറയുന്നത് എല്ലാം ഒന്നുകൂടെ പറയാം. ആത്മോപദേശ ശതകം, ജാതിമീമാംസ, ജാതി നിർണയം, ജാതിലക്ഷണം, ദൈവദശകം, ശിവശതകം, ദർശനമാല, ഗജേന്ദ്രമോക്ഷ വഞ്ചിപ്പാട്ട്, നവമഞ്ജരി, സമാധി ശ്ലോകം, കുണ്ടലിനിപ്പാട്ട്, നിർവൃതി പഞ്ചകം. ഇനിയും ഒരുപാട് കൃതികളുണ്ട്. തൽക്കാലം ഇത്ര മതി. അതുപോലെ ജനന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തിയിലാണ്. ജനനം 1856 ഓഗസ്റ്റ് 20 മഹാസമാധി എന്ന് പറയുന്നത് 1928 സെപ്റ്റംബർ 20 മഹാസമാധി സ്ഥലം എന്ന് പറയുന്നത് ശിവഗിരിയാണ്. പിന്നെ ജാതിയെക്കുറിച്ചുള്ള പ്രധാന കൃതി എന്ന് പറയുന്നത് ജാതിമീമാംസയാണ്. അതുപോലെ ആലുവ സർവമത സമ്മേളനത്തിൽ പറഞ്ഞതാണ് എന്ത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നതാണ്. പിന്നെ SNDP യോഗം സ്ഥാപിച്ചത് 1903 ശിവഗിരി മഠം സ്ഥാപിച്ചത് 1904 അരുവിപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത് 1888 നെയ്യാറിൻ്റെ തീരത്താണ്. നെയ്യാറിൽ നിന്നെടുത്ത
കല്ല് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ശിവപ്രതിഷ്ഠ നടത്തുന്നത്. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇത് ഇത്രയും മതി. ഗുരുവായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് ഇത്രയും മതി. അപ്പോൾ വീണ്ടും ബാക്കി പദപരിചയം കൂടെ നോക്കാമേ. കുറച്ചും കൂടെ ഉള്ളൂ, അതോടെ 5ാം ക്ലാസ്സിലെ ഫുള്ള് ചാപ്റ്റേഴ്സ് തീരും. ഓക്കെ, ആദ്യത്തെ വാക്ക് ആശിസ്. ആശിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹം എന്നാണ് അർത്ഥം. ആശിസ് എന്താണ്? അനുഗ്രഹം എന്നാണ് അർത്ഥം. അടുത്തത് ചടുല നർത്തനം. ചടുല നർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവേഗത്തിലുള്ള നൃത്തം. അതിൽ നർത്തനം എന്ന് പറയുന്നത്, അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ചില വാക്കുകൾ പഠിക്കുമ്പോൾ അതിൽ സ്പ്ലിറ്റ് ചെയ്ത് ചില വാക്കുകളുടെ അർത്ഥം പ്രത്യേകമായിട്ട് പഠിക്കും എന്ന് പറഞ്ഞു അതിൽ. അപ്പം നർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? നൃത്തം എന്നാണ്. ആ വാക്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും. പിന്നെ ചിന്താനഭസ്. ചിന്താനഭസ് എന്ന് പറയുമ്പോൾ ചിന്തയാകുന്ന ആകാശം. നമ്മൾ നേരത്തെ ആകാശത്തിൻ്റെ പര്യായം പഠിച്ചതിൽ നഭസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ നഭസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആകാശം എന്നാണ്. അപ്പോൾ ചിന്താനഭസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തയാകുന്ന ആകാശം. ചേതോഹരം. ചേതോഹരം എന്ന് പറയുന്നത് മനോഹരം എന്നാണ് അർത്ഥം. ചേതോഹരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മനോഹരം എന്നാണ് അർത്ഥം. അടുത്ത നിപുണർ എന്ന് പറയുന്നത് മിടുക്കരെയാണ് നിപുണർ എന്ന് പറയുന്നത്. നിപുണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? മിടുക്കർ എന്നാണ്. അടുത്ത് പാരിടം. പാരിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. പാരിടം എന്താണ് അർത്ഥം? ഭൂമി. അപ്പോൾ ഭൂമിയുടെ പര്യായം നോക്കാം. ക്ഷിതി, ക്ഷോണി, മേദിനി, വസുധ. ഇതെല്ലാം എന്താണ്? ഭൂമിയുടെ പര്യായമാണ്. അപ്പം ഭൂമിയുടെ പര്യായമാണ് പാരിടം, ക്ഷിതി, ക്ഷോണി, മേദിനി, വസുധ. അപ്പം ഭൂമിയുടെ പര്യായമാണ് ക്ഷിതി, ക്ഷോണി, മേദിനി, വസുധ, പാരിടം. ഭൂമിയുടെ പര്യായം ഏതൊക്കെയാണ്? ക്ഷിതി, ക്ഷോണി, മേദിനി, വസുധ, പാരിടം. പാവനം. പാവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? നല്ലത് എന്നാണ്. നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ, അതായത് ഈ അമ്പലങ്ങളിൽ പള്ളികളിൽ ഉത്സവമൊക്കെ ആകുമ്പോൾ TV-യിൽ അതിൻ്റെയൊക്കെ ലൈവ് വരുമ്പോൾ അല്ല അനൗൺസ്മെൻറ്റിൽ പരിപാവനമായ ഭൂമി അങ്ങനെയൊക്കെ പറയത്തില്ല. അത് അല്ല, പാവനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നല്ലത് എന്നാണ് അർത്ഥം. അപ്പം പാവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്. പുളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ എന്നാണ്. പ്രാദേശികമായ ഒരു വാക്കാണ് പുളു എന്ന് പറയുന്നത്. അപ്പം പുളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ എന്നാണ് അർത്ഥം. പാവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതെന്നാണ് അർത്ഥം. പാരിടം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് അർത്ഥം. ഭൂമിയുടെ പര്യായമാണ് ക്ഷിതി, ക്ഷോണി, മേദിനി, വസുധ. മാനവൻ. മാനവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. മൊഴി, വാക്കെന്നാണ് അർത്ഥം. വങ്ക് എന്താണ്? പൊത്ത് എന്നാണ് അർത്ഥം. വാരിതം, മേഘം. വാരിതത്തിൻ്റെ അർത്ഥം മേഘമാണ്, നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പം വാരിജം എന്താണ്? താമര എന്നാണ് അർത്ഥം. വാരിജം, താമര. വിഘ്നം. വിഘ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സം എന്നാണ് അർത്ഥം. വിഘ്നം എന്താണ്? തടസ്സം എന്നാണ് അർത്ഥം. നമ്മൾ ഗണപതിയെ നമ്മൾ വിഘ്നേശ്വരൻ എന്ന് വിളിക്കുമല്ലോ. വിഘ്നങ്ങൾ മാറ്റി തരുന്ന ഈശ്വരനാണ് വിഘ്നേശ്വരൻ. അപ്പോൾ അതിലെ വിഘ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സം. ഇനി വിചാരശില്പം ജസ്റ്റ് വായിച്ചു പോയാൽ മതി. വിചാരശില്പം എന്ന് പറഞ്ഞാൽ ഭാവനയിലുള്ള രൂപത്തിനെയാണ് വിചാരശില്പം എന്ന് പറയുന്നത്. വിണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശമാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആകാശത്തിൻ്റെ പര്യായമാണ് വാനം, ഗഗനം, വിഹായസ്, അഭ്രം. അപ്പം ആകാശത്തിൻ്റെ പര്യായമാണ് ഏതൊക്കെ? വിണ്ണ്, വാനം, ഗഗനം, വിഹായസ്, അഭ്രം. അതിൽ വിഹായസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശമാണെന്ന് അർത്ഥം പറഞ്ഞു. അപ്പോൾ വിഹകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പക്ഷി എന്നാണ് അർത്ഥം. വിഹായസിൽ ഗമിക്കുന്ന ആരാണ്? പക്ഷിയാണ്. വിഹായസിൽ ഗമിക്കുന്ന അതിനെ വിഹകം എന്ന് പറയുന്നു. അത് ആരാണ്? പക്ഷിയാണ്. അപ്പോൾ വിഹകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പക്ഷിയാണ്. അപ്പോൾ ആകാശത്തിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? വിണ്ണ്, വാനം, ഗഗനം, വിഹായസ്, അഭ്രം. അതിൽ വിഹകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പക്ഷിയാണ്. വിഹായസിൽ ഗമിക്കുന്നത് വിഹകം. വിഹകത്തിൻ്റെ അർത്ഥം പക്ഷി. ഇനി സൂര്യകരങ്ങൾ. സൂര്യകരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യരശ്മികൾ എന്നാണ് അർത്ഥം. നോർമലി നമ്മൾ കരങ്ങൾ എന്ന് പറയുന്ന ഏതിനെ വാക്കാണ് പറയുന്നത്? കരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകളെയാണ് കരങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ സൂര്യകരങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമായിട്ട് വരുന്നത്? സൂര്യരശ്മികൾ എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത സ്നിഗ്ധഭാവം. സ്നിഗ്ധഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം നിറഞ്ഞ ഭാവത്തിനെയാണ് സ്നിഗ്ധഭാവം എന്ന് പറയുന്നത്. സ്നിഗ്ധഭാവം എന്താണ്? സ്നേഹം നിറഞ്ഞ ഭാവമാണ് സ്നിഗ്ധഭാവം. അടുത്ത മെയ് എന്ന് പറയുന്നത് നമ്മൾ ശരീരത്തിനെ പറയുന്നതാണ് മെയ്യ്. അപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ പര്യായങ്ങൾ പഠിക്കാം. എന്തൊക്കെയാണ്? കായം, ദേഹം, ഗാത്രം, കളേബരം, വപസ്. ഇതൊക്കെ എന്താണ്? ശരീരത്തിൻ്റെ പര്യായങ്ങളാണ്. അപ്പം മെയ്യ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. അപ്പോൾ ശരീരത്തിൻ്റെ പര്യായങ്ങളിൽ പെടുന്നതാണ് മെയ്യ്, കായം, ദേഹം, ഗാത്രം, കളേബരം, വപസ്. ശരീരത്തിൻ്റെ പര്യായമാണ് മെയ്യ്, കായം, ദേഹം, ഗാത്രം, കളേബരം, വപസ്. മനം. മനം എന്ന് വെച്ചാൽ മനസ്സ് എന്ന് തന്നെയാണ് അർത്ഥം. മലർ. മലറിൻ്റെ അർത്ഥം എന്താണ്? പൂവ്. നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്, മലരടി കാടുകൾ, പൂക്കൾ നിറഞ്ഞ കാട്. അപ്പോൾ അതിലെ മലറിൻ്റെ അർത്ഥം എന്താണ്? പൂവ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, ഓട്ടിച്ച് നോക്കാം. ആശിസ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ് അർത്ഥം. ചടുല നർത്തനം അതിവേഗത്തിലുള്ള നൃത്തം. ചിന്താനഭസ് ചിന്തയാകുന്ന ആകാശം. ചേതോഹരം മനോഹരം. നിപുണർ എന്ന് പറഞ്ഞാൽ മിടുക്കർ എന്നാണ് അർത്ഥം. പാരിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. ഭൂമിയുടെ പര്യായം അപ്പോൾ പാരിടം. ക്ഷിതി, ക്ഷോണി, മേദിനി, വസുധ. ഇനി പാവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് എന്നാണ് അർത്ഥം.
ഈ പരമാധികാരം, നമുക്ക് പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അധികാരം എന്നാണ്. പരമാധികാരം, പരമാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാസ്തവം, ഏറ്റവും ശരിയായത് എന്നൊക്കെയാണ് അർത്ഥം. പരമാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തവം, ഏറ്റവും ശരിയായത് എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത് പുളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ എന്നാണ് അർത്ഥം. മാനവൻ മനുഷ്യനാണ് പറയുന്നത്. മൊഴി വാക്കാണ്. അടുത്ത വങ്ക് എന്ന് പറഞ്ഞാൽ പൊത്തെന്നാണ് അർത്ഥം. വാരിതം എന്താണ് അർത്ഥം? മേഘം എന്നാണ്. അപ്പോൾ വാരിജ എന്താണ് അർത്ഥം? താമര. വിഘ്നം തടസ്സം എന്നാണ് അർത്ഥം. വിണ്ണ് ആകാശമാണ്, ആകാശത്തിന്റെ പര്യായമാണ് വാനം, ഗഗനം, വിഹായസ് അപ്പുറം. അപ്പം വിഹകം എന്ന് പറയുന്നത് പക്ഷിയാണ്. വിഹായസിൽ ഗമിക്കുന്ന ആരാണ്? പക്ഷി. വിഹകം പക്ഷി. സൂര്യകരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യരശ്മികൾ എന്നാണ് അർത്ഥം. സ്നിഗ്ധഭാവം എന്താണ്? സ്നേഹം നിറഞ്ഞ ഭാവത്തിനെയാണ് സ്നിഗ്ധഭാവം എന്ന് പറയുന്നത്. അടുത്ത് മെയ്യ്, മെയ്യ് എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. കായം, ദേഹം, ഗാത്രം, കളയബരം, വപുസ്. മെയ്യ് ശരീരം, അതിൻ്റെ പര്യായമാണ്, ശരീരത്തിൻ്റെ പര്യായമാണ് കായം, ദേഹം, ഗാത്രം, കളയബരം, വപുസ്. മനം, മനസ്സ് എന്നാണ് അർത്ഥം. മലര്, പൂവ് എന്നാണ് അർത്ഥം. മലർ എന്താണ്? പൂവ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് SCERT ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 5ാം ക്ലാസ്സിലുള്ളത്. ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ഫസ്റ്റ് വീഡിയോ കൂടി ഒന്ന് കാണണം. അപ്പോൾ നമ്മുടെ 5ാം ക്ലാസ്സിൽ SCERT ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്സും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും എക്സാം എളുപ്പമാവട്ടെ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാം എല്ലാവർക്കും എളുപ്പമാവട്ടെ. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.